ഇതിന് പിന്നിൽ ഫൈസി ഉണ്ടെങ്കിൽ. നിരഞ്ജന ദത്തെടുക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞിനെ കുറിച്ച് ഫൈസിയോട് അന്വേഷിക്കുന്ന വിശ്വനാഥൻ. എനിക്കൊന്നും അറിയില്ല. കാർത്തിയായനിയോടൊപ്പം ആശുപത്രിയിലെത്തിയ അർച്ചനയെ പിന്തുടരുന്ന തെന്മല റോസി. അവളിപ്പോ സന്തോഷത്തോടെ വിവാഹം കഴിഞ്ഞ അർച്ചന ഗർഭിണിയാണെന്ന് സുധിയോട് പറയുന്ന രാജപ്പൻ. സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കുടുംബത്തിൽ ചെന്ന് കയറരുത്. നിരഞ്ജന സ്നേഹപ്രഭയോടൊപ്പം അമ്മാളുവിനെ കാണാനെത്തുന്നു. രാത്രി മഴ തുടരുന്നു. സങ്കടപ്പെട്ടിരിക്കാതെ സന്തോഷത്തോടെ ഇരിക്കണം. അമ്മാളുവിന് ആരുമില്ലെന്ന തോന്നല് വേണ്ട. ഞങ്ങൾ എല്ലാരും ഉണ്ട്. எனக்கு ஊருக்கு போக வேணாம். எனக்கு இங்க ஒரு வேலை தன்னா போதும். അതിനെന്താ, അമ്മാളും ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു ജോലി വാങ്ങിത്തരാം. വേണാം, പോതും. സ്നേഹ, അതിങ്ങെടുക്ക. എനക്കാ അമ്മാളുവിന് തന്നെ വാങ്ങിയതാ. മോക്കിഷ്ടായോ? ഇത് മടക്കി വെക്കരുത്. കുളി കഴിഞ്ഞിട്ട് ഈ ഡ്രസ് ഇടണം. ഒന്ന് ഇറങ്ങി വാ, നമുക്ക് ഹാളിൽ ചെന്നിരിക്കാം. നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല. നമുക്കെന്നാ ഇറങ്ങാം. ചേച്ചി, മറ്റൊരു ദിവസം വരാം. അക്ക മട്ടും വന്നാ പോതും. ആ സർ, അവർ പോയി സർ. തങ്കമ്മ വന്നിട്ട് ഞാൻ ഇറങ്ങും. ശരി സർ. സർ. അപ്പോൾ തനിക്ക് എന്നെ അറിയാം സർ. എന്താ തൻ്റെ പേര്? ജെയിംസ്. ഡ്രൈവറാ സാറേ. ഏത് സ്റ്റേഷനിലെ ഡ്രൈവറാ? പാറശാല. ഫൈസൽ മുഹമ്മദിൻ്റെ ഡ്രൈവറാണല്ലേ? അപ്പോൾ എനിക്ക് തെറ്റിയില്ല, ഇത് തൻ്റെ വീടാണോ? അല്ല സർ. പിന്നെ എന്തിടപാടാ തനിക്കിവിടെ? ഇവിടെ വേറെ ആരുണ്ട്? നിരഞ്ജന എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് കള്ളം പറയരുത്. അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് സർ, തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ പെണ്ണി വീട്ടിലുണ്ടല്ലേ? എന്റെ ഊഹം തെറ്റിയില്ല. ഫൈസൽ തന്നെ ഇതിന്റെ സൂത്രധാരൻ. ഏത് റൂമിലാ അവള്? പറയണോ? അത് സർ, അകത്ത റൂമിലുണ്ട്. താനിപ്പോ സെല്ല് പോക്കറ്റ് ഇടും. നീ ഏതാടി? ചോദിച്ചിട്ടില്ലേ? നിന്റെ പേരെന്താ? സർ പ്ലീസ് സർ, അവളൊന്നും സംസാരിക്കില്ല. ഇവളെന്താ ഊമയാണോ? ആര് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. വളരെ കഷ്ടമാണ് സാർ ഇവിടെ സ്ഥിതി. ഇവൾക്ക് എത്ര മാസമാണോ? എനിക്കത് കൃത്യമായിട്ട് അറിയില്ല സർ. ഫൈസിയാണല്ലേ തന്നെ ഇവിടെ നിർത്തിയത്? അതെ സർ. ഞാൻ അറിയാതെ ഇവിടെ നിന്ന് മാറ്റരുത്. താനത് ഫൈസിയോട് പറഞ്ഞേക്ക്. ഓ ശരി സർ. ഞാനത്ര മണ്ടനൊന്നുമല്ല. പുറത്തെൻ്റെ ആളുണ്ടാവും. എന്നെ വെട്ടിച്ച് ഇവിടെ കടത്താൻ വല്ല പദ്ധതിയും ഉണ്ടായ ഒരുത്തനെ വെറുതെ വിടില്ല ഞാൻ. കളി CI ഹേമേന്ദ്രനോടാണെന്ന് അവനോട് പ്രത്യേകം പറഞ്ഞേക്ക്. ശരി സർ. എടാ അളിയാ, നീ എന്നെ ഒറ്റ കൊടുക്കല്ലേ. കൂടെ ഞാനുണ്ടെന്ന് നിരഞ്ജന അറിഞ്ഞ പിന്നെ ഒരിക്കലും നിന്റെ കൂടെ ഞാൻ വരില്ല. ഒറ്റുകൊടുത്ത ശീലം എനിക്കില്ല. എന്നെ എല്ലാവരും ഒറ്റുകൊടുത്തിട്ടേ ഉള്ളൂ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കത് കേറിക്കൊണ്ടോ? നീ എന്നെ ചതിച്ചിട്ടില്ലെന്ന് എനിക്ക് അറിയില്ലടാ. നിനക്കിന്നെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്. എനിക്കെന്ത് പറ്റാനല്ലേ? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? എന്റെ അച്ഛൻ ആഗ്രഹിച്ചത് സാക്ഷാത്കരിക്കാൻ പോവല്ലേ? കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കുഴപ്പം ഇതാ.
എല്ലാവരും കഴിക്കുന്നത് മറക്കാനാന്നാ പറയുന്നത്. പക്ഷെ ഞാൻ കഴിക്കുമ്പോൾ ഓർമ്മകൾ തേട്ടി വരും. ഞാനിന്ന് രാജപ്പനെ കണ്ടിരുന്നു. അർച്ചനയ്ക്ക് വിശേഷമുണ്ടെന്ന്. ഓ, അതാണല്ലേ കാര്യം. അയാൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ നിലയ്ക്ക് അതുണ്ടാവില്ലേ? പിന്നെ നീ ഒരു കുഞ്ഞിന്റെ അച്ഛനാവും പോവല്ലേ? അച്ഛൻ, നീ എന്താ ചിരിച്ചത്? ഞാൻ ഏറ്റവും വെറുക്കുന്ന വാക്കാത് അച്ഛൻ. ആ നിലയ്ക്ക് നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. എടാ സുധി, നീ ഇനി മദ്യപിക്കാനേ പാടില്ല. നിന്റെ കൂടെ ഈ പരിപാടിക്ക് ഞാൻ വരില്ല. നിനക്കൊന്നും അറിയില്ലടാ. സമ്മതിച്ചു, ഞാൻ ശിശു തന്നെ. എന്താടാ സംശയം? അർച്ചന പഴനിയിലുണ്ടെന്ന് പറഞ്ഞ് അവിടെ ആളെ വെച്ച് അന്വേഷിപ്പിച്ചവനല്ലേ നീ? അവളാ സമയം റോസ്മലയിലുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നടാ. നീ അനുപമയെ കാണാൻ പോകാൻ എന്നെ വിളിച്ചില്ലേ അന്ന്? എന്നിട്ട് നീ അവളെ കണ്ടോ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നറിഞ്ഞ ഞാൻ പോയത്. അവളവിടെ ഇല്ലായിരുന്നു. നിരഞ്ജനെ വീട്ടിലിരുത്തി നീ അർച്ചനെ തേടി പോകാൻ പാടില്ലായിരുന്നു. നിരഞ്ജനെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ പോയത്. അവളെ കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു തിരിച്ചുവരവ് അവൾക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതിയത്. പക്ഷെ പിഴച്ചുപോയി. പോയി കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നു. നമുക്ക് നാളെ സംസാരിക്കാം. നീ വണ്ടി കയറ. ഞാൻ പറയട്ടടാ. എനിക്കിനി ഒന്നും കേൾക്കണ്ട. നീ വണ്ടി കയറുന്നുണ്ടോ? വാ പോവാം. എടാ, സോറി, അല്പം ലേറ്റായി. റൂംമേറ്റിനോടുള്ള ക്ഷമ പറച്ചിലല്ലേ? എങ്ങനെയും കരുതാം. സുധി കഴിച്ചിട്ടുണ്ടോ? ആ, ഒരു ഫ്രണ്ടിനെ കണ്ടു. ഒഴിയാൻ നോക്കിയിട്ട് വിടണ്ടേ? ഇതെല്ലാം ലഹരിയെന്ന് സുധി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യേണ്ടി വരും. ആ, അവൻ്റെ സന്തോഷത്തിനൊരു ബീർ കഴിച്ചു. എനിക്കൊരു മറുപടി പറയാൻ കഴിയാത്ത വിധം സുധി നാവടപ്പിച്ചു. ഇനി അതിൽ പിടിച്ച് കയറണ്ട. മദ്യപിക്കരുതെന്ന് സുധി വിലക്കാൻ മാത്രമുള്ള അധികാരമൊന്നും എനിക്കില്ല. മനസ്സിന് ശരീരത്തിന് അവകാശം ഉണ്ടാവുമ്പോഴല്ലേ ഒരാളിൽ അധികാരം ഉണ്ടാവും. ഈ മുറിയുടെ 4 ചുവരുകൾ വിട്ടുകഴിഞ്ഞാൽ പലതിനും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥയെ. സുധി കഴിച്ചു തുടങ്ങി നമ്മെ അറിഞ്ഞ ഞാൻ ഉത്തരം പറയണ്ടേ സുധി? ഞാനിവിടെ ഉള്ളപ്പം സുധി കഴിച്ചിട്ട് വരരുത്, അതെന്റെ ഒരു അപേക്ഷയാ. പിന്നെ എനിക്കിവിടെ പിടിച്ചു വെക്കാൻ കഴിയാതെ വരും. ഞാൻ പോയി ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട. ഫൈസി വിളിച്ചിരുന്നു? ഇല്ല. എന്താ സുധി? അമ്മാളുവിനെ അച്ഛൻ കണ്ടെത്തി. നോ. തൻ്റെ പിന്നാലെ CI ഹേമചന്ദ്രൻ ഉണ്ടായിരുന്നു. നിരഞ്ജനത് അറിയാതെ പോയി. അയാൾ അവളെ കണ്ടു. എന്നിട്ട് അമ്മാളുവിനെ അയാൾ കൊണ്ടുപോയല്ലേ? ഞാനിത് സഹിക്കില്ല സുധി. അവക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ആരും സമാധാനത്തോടെ ജീവിക്കില്ല. സ്ഥലം മാറ്റിയിട്ടൊന്നുമില്ല. അവളിപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ട്. അവളെ അവിടെ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോകരുതെന്ന് CI ഹേമചന്ദ്രൻ വിലക്കിട്ടാ പോരെ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വാടോ. സാർ 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 അവളെ കൊണ്ടുപോകാമെന്നാണോ? ആണെങ്കിൽ നീ എന്ത് ചെയ്യോടാ?
സാറ് ഫൈസി സാറിനോടൊന്ന് പറയണം. ആരാടാ ഫൈസി? നീ എന്നെ വരട്ടുന്നോടാ? സർ, ഞാൻ ഡ്യൂട്ടി അല്ലേ സാർ ചെയ്യുന്നത്? ഇതാണോ പോലീസുകാരുടെ ഡ്യൂട്ടി? ഇതിനാണോ നീ ശമ്പളം വാങ്ങുന്നത്? നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാർ, അത് പിന്നെ ഞാൻ ആ പെണ്ണിനെ കൊണ്ടുപോവാ. നീ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. കുറഞ്ഞത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നീ ഫൈസി വിളിക്കാവൂ. അതിനു മുമ്പ് നീ അവനെ വിളിച്ചാൽ പിന്നെ നീ യൂണിഫോം ഇടില്ല. ഇതുപോലെ വീട്ടുകാവലിന് പോവാം. മനസ്സിലായടാ? മാറിക്കണം അങ്ങോട്ട്. നിങ്ങൾ വാ. ആടാ അങ്ങോട്ട്. പൊക്കി എടുക്കണോ വിളിക്കോടെ? അയ്യോ എന്താ സാറേ? നിങ്ങളാരെ? നിങ്ങളുടെ ശബ്ദം ഇവിടെ കേൾക്കരുത്. കൊണ്ടുപോ. ഇറങ്ങി വരെ ഇങ്ങോട്ട്. സാറേ അവളെ കൊണ്ടുപോകുന്നു. അയ്യോ പിടിച്ച് കയറ്റണോ പെട്ടെന്ന്. കേറങ്ങോട്ട്. വണ്ടി എടുക്ക്. അയ്യോ കൊണ്ടുപോയി സാറേ. അയ്യോ അയ്യോ സാറേ. എന്താ വൈകിയേ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ആ, അച്ഛൻ്റെ ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ പെൺകുട്ടി അച്ഛൻ കണ്ടെത്തിയതിന്റെ സന്തോഷമോ അല്ലേ? വിഷുട്ടാ, അതെ അമ്മേ, ഞാൻ അവളെ കാണാൻ പോയിരുന്നു. എൻ്റെ പിന്നാലെ അച്ഛനൊരു പോലീസുകാരനെ അയച്ചിരുന്നു. അച്ഛൻ ഇത്ര ചീപ്പായി പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ഫോളോ ചെയ്യാൻ ഒരു പോലീസുകാരനെ അയച്ചിരിക്കുന്നു. മോളെ എന്തൊക്കെയാ നീ പറയുന്നേ? അവൾക്ക് പറയാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? നിന്റെ ചാബല്യങ്ങൾക്ക് ഞാൻ കൂട്ടുകേക്കൊന്ന് കരുതിയോ? നിനക്കൊരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ കൂടി ഞാനത് അനുവദിച്ചിട്ടില്ല. ഇവൾക്കൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ അച്ഛന്റെ അനുവാദം എന്തിനാ? ഇവളുടെ ഭർത്താവായ എന്റെ അനുവാദം മതി ഇവൾക്ക്. ഇവളുടെ ഭർത്താവായ നീ എന്റെ ആരാടാ? ഇവളൊരു കുഞ്ഞിനെ കൈയേറ്റാൽ അത് എന്നെയും ബാധിക്കുന്ന കാര്യമാണ്. കിട്ടിയ അവസരം മുതലെടുത്ത് എന്നോട് കണക്ക് തീർക്കാമെന്ന് നീ കരുതണ്ട. ആ പെണ്ണിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്യും. അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഇവളുടെയും പിന്നാലെ അച്ഛന്റെ ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഒരിക്കലും അച്ഛൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. ഞങ്ങൾ ഒരു കരുതലും എടുക്കാത്തതിന് കാരണം അവളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ട് തന്നെയാ. അവളെ കണ്ടുപിടിച്ചിട്ട് അച്ഛൻ എന്താ അവളെ ഇറക്കിക്കൊണ്ട് പോകാത്തത്? എങ്കിൽ തടയടാ നീ. ആ പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ട് വേണ്ടേ? അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവൾക്കൊരു പോറൽ പോലും ഏക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ വന്നത്. ആ ഉറപ്പ് ഞാൻ പാലിക്കും. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ വേഷമിട്ട് ഞാൻ നടക്കുന്നത് എന്തിനാ? അച്ഛന്റെ കൈ പവറുണ്ട്. അതുപയോഗിച്ച് അച്ഛൻ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു. എന്താ സംശയം? അത് തന്നെ ഞാൻ ചെയ്യും. അർച്ചനയോട് ചെയ്ത പോലെ അവളെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുവിടാം. തമിഴ്നാട്ടിലോ മറ്റോ കൊണ്ടുപോയി ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ കൊന്നുകളയാം. അവളെ അന്വേഷിച്ചു വരാൻ ആരുമില്ല. എന്തിനാ വിഷുട്ടാ ഈ പാപങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും ഒരു പാവമല്ലടി. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തല്ലേ പറ്റൂ. ഇനി അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. എങ്കിലിനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുകൂടി അച്ഛൻ കേട്ടോ. അമ്മാളുവിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്, അവളുടെ ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ. അതിലവൾ പറഞ്ഞിട്ടുണ്ട് അവളെ പിച്ച് ചീന്തിയവൻ ആരാന്ന്. അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കേട്ടാ അച്ഛൻ ഞെട്ടും. ഒരു IPSകാരൻ്റെ വീട്ടിൽ പുറംപണിക്ക് നിന്ന പെണ്ണാ അവള്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കേരളത്തിലൊരു തൊഴിൽ അന്വേഷിച്ച് ഏതോ ഒരു ബ്രോക്കറിനെ വിശ്വസിച്ചു വന്നവൾ. അവളുടെ കഥ കേട്ടാ മനസാക്ഷിയുള്ളവരുടെ കരൾ ഉരുകും. എനിക്കിപ്പോൾ ആ കുഞ്ഞല്ല വലുത്, ആ പെൺകുട്ടിയാ. അവളും എന്നെപ്പോലൊരു സ്ത്രീയാ. ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കും അവക്കും അവകാശമുണ്ട്. ഇനിയെങ്കിലും അവക്കൊരു ജീവിതം കിട്ടണം. മുഖം രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും അവളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചാ അനുവദിച്ചു കൊടുക്കില്ല ഞാൻ. അവളുടെ വീഡിയോ ഞാൻ മീഡിയയ്ക്ക് കൈമാറും. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും. മോളെ, അരുതെന്ന് പറയാൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അമ്മയ്ക്ക് കഴിയുമോ? ഇനി അച്ഛൻ തീരുമാനിക്കും.
അച്ഛന്റെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സഹപ്രവർത്തകൻ തൊപ്പി ഊരി വെക്കേണ്ടി വരും. അയാളുടെ മകൻ ജയിലിലേക്കും പോവും. ഇത് പാഴ്വാക്കല്ല, അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താനാ പറയുന്നത്. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇനിയും ഒരു പെണ്ണിനോട് ചതി ചെയ്യാൻ വിശ്വേട്ടനെ ഞാൻ അനുവദിക്കില്ല. എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അത് തിരുത്തുന്നതാ നല്ലത്. ആ പെൺകുട്ടിയെ കാണാതായ നിരഞ്ജന ഈ വീടിന്റെ പടിയിറങ്ങും. അത് നമ്മുടെ നഷ്ടം. പിന്നെ ഔദ്യോഗിക ജീവിതത്തിൽ വിശ്വേട്ടനെ ബാധിക്കാൻ പോകുന്നത് അതിനേക്കാൾ വലിയ തിരിച്ചടികളാ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടുജോലിക്ക് നിന്ന പെണ്ണാ അത്. അവിടെ തിരോധാനത്തെ തുടർന്ന് നിരഞ്ജന മീഡിയയുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. സഹപ്രവർത്തകരുടെ മുന്നിൽ വിശ്വേട്ടൻ ഒറ്റപ്പെട്ടു പോവും. ചിലപ്പോ ആ ഉദ്യോഗസ്ഥൻ വിശ്വേട്ടന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരിക്കും. എന്തു മറുപടിയാ വിശ്വേട്ടൻ പറയാൻ പോകുന്നത്? വിശ്വേട്ടന്റെ മരുമകൾ അയാളെ വേട്ടയാടുന്നത്. മകൻ ചെയ്ത തെറ്റിന് ആ മനുഷ്യ ശിക്ഷ അനുഭവിക്കണോ? അല്ല, അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നടക്കട്ടെ. ഈ കാര്യത്തിൽ വിശ്വേട്ടൻ ഒന്നും നേടാൻ പോകുന്നില്ല. എല്ലാവരിൽ നിന്നും വിശ്വേട്ടൻ ഒറ്റപ്പെട്ടു പോവും. ദേ, എന്തിനും വിശ്വേട്ടന്റെ കൂടെ നിന്നവളാ ഞാൻ. സുധിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ അവന്റെ ഭാഗത്താണെങ്കിലും വിശ്വേട്ടന്റെ കൂടെ നിന്നവളാ ഞാൻ. വിശ്വേട്ടന്റെ അഭിമാനത്തെക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. പക്ഷേ ഇതിന് ജയന്തി വിശ്വേട്ടനൊപ്പം നിൽക്കില്ല. ഞാൻ നിൽക്കുന്നത് നിരഞ്ജനയ്ക്കൊപ്പമാവും. അവള് പറയുന്നതാ ശരി. ഒരു സ്ത്രീയായ എനിക്ക് അതിനെ കഴിയൂ. ഞാനൊരു ഭാര്യ മാത്രമല്ല, ഒരമ്മയും കൂടിയാ. എനിക്ക് എന്റെ മകന്റെ ജീവിത എന്തിനേക്കാളും വലുതായിട്ടുള്ളത്. എന്റെ മോനൊരു കഴിവുകെട്ടവനായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ ആരും പഴി പറയുന്നത് ഒരമ്മയായ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ പ്രാർത്ഥന കൊണ്ടാ നിരഞ്ജനയെ പോലൊരു പെണ്ണിനെ സുധിക്ക് കിട്ടിയത്. അവളുടെ സ്ഥാനത്ത് മറ്റേത് പെണ്ണാണെങ്കിലും അവൾ ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. ഓരോ വെളിപ്പെടുത്തലിന് മുന്നിലും അവള് പിടിച്ചു നിന്നു. ഒരു കുഞ്ഞിനേക്കാൾ അവള് സ്നേഹിച്ചത് സുധിയെയാണെന്ന് പറയാനുള്ള മനസ്സ് അവൾക്കുണ്ടായി. എന്നിട്ടും വിശ്വേട്ടൻ അവളെ ശിക്ഷിക്കണം അല്ലേ? ഒരു കുഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് വിശ്വേട്ടന്റെ ഏത് മാനം ഇടിഞ്ഞു വീഴുന്നത്? അതിനെ മാനമെന്നല്ല പറയുന്നത്, ദുരഭിമാനമെന്നാ. അർച്ചനെ, എന്താ ചേച്ചി? ഞാനേ കടയിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ചേച്ചി വേഗം വരണേ. വേഗം വരാം. എന്താ ചേച്ചി? രായപ്പൻ. ഈശ്വര, നീ ഒരു കാര്യം ചെയ്യ്, ആ മുറിയിലോട്ട് പോ. ഒന്ന് പോ. വാതിലടച്ച് കുറ്റിയിട്ട് അകത്തിരുന്നു. ഇയാള് പിന്നെയും വന്നോ? ഞാനങ്ങനെ വരാതിരിക്കൂടി. എന്നാ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ. എനിക്ക് കടയിൽ പോണം. വീടും പൊട്ടി പോകാൻ ഇറങ്ങിയതാ ഞാൻ. നീ പോരിടത്തും പോവില്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അർച്ചന ഇവിടെ ഉണ്ടോന്ന് അറിയണോ? ഒരു കാര്യം ചെയ്യ്, മുറിക്കകത്തൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വാ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിന്റെ ഈ തറവേലൊക്കെ കയ്യിലിരിക്കട്ടെ. നീ എന്താണ് എന്നോട് പറഞ്ഞേ? അർച്ചനയെ ചെവള കൊണ്ടുപോയെന്നു.
നീ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കിട്ടാടി ഞാൻ വരുന്നേ. അതെ, നിങ്ങൾ അവളെ അന്വേഷിച്ച് അവിടെ ചെന്ന കാര്യം അവൻ വിളിച്ചു പറഞ്ഞു. പോയിട്ട് എന്തായി? അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അവനറിയായിരുന്നു നിങ്ങൾ പിന്നാലെ ചെല്ലുവന്ന്. ജീവനം കൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് നീ എന്റെ മുമ്പിൽ അഭിനയിക്കണടി. അർച്ചനയെ ചെവിള കൊണ്ടുപോയിട്ടില്ലെന്ന് ബോധ്യം വന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഓടി നടന്ന് അവളെ അന്വേഷിക്കുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. സത്യത്തിൽ നിങ്ങളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ആ പെടിനെ ഞാൻ ഒരിടത്തും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. എന്നെ കൊണ്ട് അതിന് കഴിയത്തുമില്ല. നിങ്ങളുടെ 2 പെമ്മക്കളുടെ ഭാവി ഓർത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അവരെയും കൊണ്ട് സ്ഥലമിടാൻ നോക്ക്. എന്തു സംഭവിച്ചാലും രാജപ്പനി നാട്ടിൽ നിന്ന് പോകില്ലടേ. ഞാനും എന്റെ കുടുംബവും ജീവിച്ചിരിക്കുമെങ്കിൽ നീയും ജീവിക്കും. തീരുന്നെങ്കിൽ ഒന്നിച്ച്. അല്ല, വീണ്ടും ഭീഷണിയായിട്ടാണോ വന്നത്? കാർത്തിയായനിക്ക് നോക്കാനൊന്നുമില്ല. ഒറ്റത്തടിയാ കാർത്തിയായനി. ഇമ്മാതിരി വരട്ടൊന്നും എന്നോട് വേണ്ട. എന്തിനു വേണ്ടിയാ നീ അവളെ മാറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. SP വന്നത് അവളെ ഒന്ന് കണ്ടിട്ട് പോകാനാ. ഓ, മരുമകളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണല്ലോ. നമ്മൾ തമ്മിലൊരു മുഷിച്ചിട്ടുണ്ടാവരുത്. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ. നീ അത് മറക്കരുത്. വിശ്വാസവഞ്ചന കാണിച്ചത് നിങ്ങളാ. പെണ്ണ് ചെവളയ്ക്കും കുഞ്ഞ് SP-ക്കുമെന്നായിരുന്നല്ലോ കരാറ്. ഇപ്പോഴും അതിനൊരു മാറ്റം വന്നില്ലേ. അവള് പ്രസവിച്ച് ആ കുഞ്ഞിനെ മാത്രം നീ എനിക്ക് താ. അർച്ചന അന്വേഷിച്ച് പിന്നെ ഞാൻ വരില്ല. ആ ഭാരമൊന്നും ഒഴിയാൻ കാത്തിരുന്നവനാണ് ഞാനെന്ന് നിനക്കറിയില്ലേ. നിങ്ങളുടെ മനസ്സിലിരിപ്പേ അവളൊന്ന് കേൾക്കേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, അവളിവിടെ ഇല്ലാതെ പോയി. കാർത്തേനി, കുഞ്ഞിനെ എനിക്ക് SP കൈമാറിയേ പറ്റൂ. അതിന് നിനക്ക് ഞാൻ എന്ത് തരണമെന്ന് പറ. കുഞ്ഞിനെ വെച്ച് നിങ്ങൾ എത്ര രൂപ വില പേശി? അതാദ്യം കേൾക്കട്ടെ. അങ്ങനെ സംസാരമൊന്നും ഉണ്ടായില്ല. നല്ലൊരു തുക തരാമെന്ന് നടരാജ മക്കിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. പെണ്ണ് കൈവിട്ട വിവരം അവർക്കും അറിയാവുന്ന നിലയ്ക്ക് നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ വാങ്ങിത്തരാം. അത്രയും വില പിടിച്ച സാധനം അവിടെ വയറ്റി കിടക്കുന്നതെന്ന് ഞാൻ അറിയാതെ പോയല്ലോ. എനിക്ക് 10 തരുമെങ്കിൽ അത്രയും രായപ്പൻ കിട്ടത്തില്ലേ? നീ വലിയ സ്വപ്നമൊന്നും കാണരുത്. എനിക്കെന്തെങ്കിലും തന്നാ ഞാൻ വാങ്ങും. ആ കൊച്ചിന് വേണ്ടി അവർ 20 ലക്ഷം രൂപ മുടക്കുമെങ്കിൽ ഞാൻ എന്തിനു നിങ്ങളെ കൂട്ടുപിടിക്കണം? കൊച്ചിനെ SP-ക്ക് കൊടുത്ത് ആ തുക ഞാൻ വാങ്ങിയാ പോരെ?